ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നഗരസഭ 38-ാം വാർഡിൽ മംഗലശ്ശേരി റോഡ് നിർമ്മാണം വി.ആർ. സുനിൽകുമാർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ട് മംഗലശ്ശേരി റോഡ് ഉദ്ഘാടനം ഔപചാരികമായിട്ട് നിർവഹിച്ച വേദിയിൽ 2014 തുടങ്ങി വെച്ചതാണ്. ഹിമേഷിൻ്റെ റോഡും അതുപോലെ തന്നെ അന്ന് സജീവനായിരുന്നു അന്ന് കൗൺസിലർ. അന്നാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. അന്ന് ജയത്രേട്ടൻ ചെയർമാനായിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ എല്ലാം തുടക്കം നമ്മൾ കുറിക്കുന്നത്. ഇവിടെ നിന്നുള്ള നല്ല സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. സലീമിൻ്റെയൊക്കെ നല്ല പ്രവർത്തനങ്ങൾ, വാർഡ് കൗൺസിലറായിരുന്ന സജീവൻ ഉൾപ്പെടെ എല്ലാവരുടെയും അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റോഡാണ് എന്നുള്ളത് എനിക്കും നല്ല ബോധ്യമുണ്ട്. ഞാൻ ഇടയ്ക്ക് വന്നു പോയിരുന്നൊരു സ്ഥലം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ഈ റോഡിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നടത്തേണ്ട ഒരു റോഡാണ് എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇതിന് ഫണ്ട് അനുവദിക്കുന്നതിന് അന്ന് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ബഹുമാനായിട്ടുള്ള സജി ചെറിയാൻ നമുക്കതിന് ഫണ്ട് അനുവദിച്ചു തന്നു. അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് 2 റോഡ് അനുവദിച്ചു തന്നൊന്നും ഈ റോഡും ഒന്ന് ഹിമേഷിൻ്റെ റോഡും ഒന്ന് സജീവൻ അന്ന് നിർദ്ദേശിക്കപ്പെട്ട റോഡും ആണ് അന്ന് ഇത്തവണ 2 ഉദ്ഘാടനങ്ങളും നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഈ അവസരത്തിൽ തന്നെ 8ഓളം റോഡുകൾ മുനിസിപ്പാലിറ്റിക്ക് സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ജയത്രേട്ടൻ്റെയും അവരുടെയൊക്കെ തന്നെ വാർഡുകളിലായിട്ട്, വിവിധ വാർഡുകളിലായിട്ട് 8ഓളം റോഡുകൾ ഇപ്പോൾ വീണ്ടും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ തീർച്ചയായിട്ടും സർക്കാർ ഏറെ മുന്നിട്ട് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പോരായ്മകളുണ്ടാവാം, സ്വാഭാവികം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാം പൂർത്തീകരിക്കപ്പെടും എന്നുള്ള ധാരണയും ഉള്ള ആളല്ല ഞാൻ. നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി.എസ്. ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ.എസ്. കൈസാബ്, ലത ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാരായ കെ.ആർ. ജൈത്രൻ, ടി.എസ്. സജീവൻ, എം.കെ. രമാദേവി എന്നിവർ സംസാരിച്ചു. കെ.എം. സലീം ചടങ്ങിൽ നന്ദി പറഞ്ഞു.